ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. ദീർഘനാളത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയ ബഹിരാകാശ സഞ്ചാരി, ഭൂമിയിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും പ്രചോദനമായി ലോകം കണ്ട ധീരയായ വനിത സുനിത വില്യംസിന് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ നേരുകയാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന വിവിധ അംഗങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, വിവിധ അംഗങ്ങൾ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ ഒന്ന് പട്ടികജാതി ജനവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടായി. ഇന്ത്യയിലെ 16.6% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത്തവണ മാറ്റിവെച്ചത് 3.4%. 9% വരുന്ന പട്ടികവർഗ വിഭാഗത്തിന് 2.9%. സർ, ഈ കേരളത്തിൽ 9.1% പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് 9.81%, 1.45% പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2.89%. അതായത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. എന്നാൽ സർ, ഈ കേന്ദ്രം ഇത്തരത്തിൽ ഈ വിഭാഗങ്ങളെ പരമാവധി ദ്രോഹിക്കുകയും അവരെ എല്ലാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത നടപടിയെ സംബന്ധിച്ച് UDFന് ഒരു അഭിപ്രായവുമില്ല. ഇവിടെ എന്താ ഫണ്ട് വെട്ടിക്കുറച്ചെന്ന നിലയിലാണ് ചർച്ചകൾ വരുന്നത്. അത് യഥാർത്ഥ അവരോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. നോക്കൂ, ഇത്തവണ നമുക്കറിയാം 2979 കോടിയിൽ നിന്നും നിലവിലുണ്ടായിരുന്ന വിഹിതത്തിൽ നിന്ന് 3188.25 കോടി രൂപയാണ് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റ്. ST വിഭാഗത്തിന് 859.50 കോടിയിൽ നിന്ന് 920 കോടിയായി വർദ്ധിപ്പിച്ചു കേരളത്തിലെ ഗവൺമെന്റ്. അതുപോലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 266.26 കോടിയിൽ നിന്ന് 276.62 കോടിയായി വർദ്ധിപ്പിച്ചു. അതായത് പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ പൊതുസമൂഹത്തിനോടൊപ്പം ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണെന്നിരിക്കെ പട്ടികജാതിക്കാർക്കൊന്നും നൽകുന്നില്ല എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ഒരു വിവേചനം ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷം നടത്തുന്ന വല്ലാത്തൊരു അങ്കലാപ്പാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ വർത്തമാനം പറഞ്ഞത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വീണ്ടും പറയുന്നത്, ഇവിടെ പട്ടികജാതിക്കാർക്ക് മന്ത്രിയുണ്ടോ? സർ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവർക്ക് പോരാ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്താൽ പോരാ, ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനോട് സമാനമായ രീതിയിലാണ് ഇവിടെ പ്രതിപക്ഷം അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സാർ നോക്കൂ, നമ്മൾ പറയേണ്ട കാര്യം എന്താ, ഇവിടെ 2011 സഖാ VSന്റെ ഗവൺമെന്റ് കാലത്ത് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്ത് അന്ന് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആലത്തൂർ MP ബഹുമാനപ്പെട്ട ചെയറിലാണ്, സ്പീക്കറായിരുന്നു. സാർ, അതേ വർഷം തന്നെയാണ് സഖാവ് AK ബാലൻ അന്ന് കൈകാര്യം ചെയ്ത ഇലക്ട്രിസിറ്റിയും പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പാണ്. ഞങ്ങൾ അപ്പുറത്തും പറയുന്നില്ല, ശ്രീ AP അനിൽകുമാറും ജയലക്ഷ്മിയും ഒക്കെ അവിടെ ആ നിലയിൽ തന്നെ പരിഗണന കൊടുത്തു വന്നവരാണ്. എന്തിനാണ് ഈ ഒരു വർത്തമാന കാലഘട്ടത്ത് പട്ടികജാതിക്കാർക്കെതിരെ, ഈ പട്ടികവർഗ ഈ വിഭാഗത്തിന് പൊതുവായി ഒരു വിവേചനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്താ? പരിഗണന എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിഗണനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴും നൽകിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വിവേചനത്തിൽ ചർച്ച കൊണ്ടുവരുന്നതിന് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ആ വിഭാഗത്തിന്റെ ഏതെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി എടുക്കാൻ കഴിയുമോ എന്ന ഗവേഷണത്തിന്റെ ഭാഗമാണ്. ഇത് അംഗീകരിക്കില്ല, ഈ വിഭാഗം കേരളത്തിൽ അംഗീകരിക്കില്ല. അവർ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. സാർ നോക്കൂ, ഇവിടെ നമുക്ക് ഇത് മാത്രമല്ലല്ലോ, ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനം കടന്നവരെയാണ്. 810 കുട്ടികൾ ഓവർസീസ് വിദേശ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 500 പേർ കേരളത്തില് ഇന്ന് നമ്മുടെ അക്കഡേറ്റ് എഞ്ചിനീയർമാർ വിവിധ പഞ്ചായത്തുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട റോജി പറഞ്ഞു സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച്. ആരാ സർ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത്? ഈ കേന്ദ്ര ഗവൺമെന്റ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് വേണ്ടി 2 ലക്ഷം ഉയർന്ന വരുമാന പരിധി നിശ്ചയിക്കപ്പെട്ടപ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു പട്ടികവർഗ സ്കോളർഷിപ്പിൽ വരുമാനം ഒരു പരിധിയല്ല എന്ന് നിശ്ചയിച്ചത് ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ നോക്കണം, ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതാ. ഇപ്പൊ നോക്കൂ, കേന്ദ്രം അത് നിഷേധിച്ചു. വരുമാനത്തിന്റെ പേരിൽ 7,56,686 കുട്ടികൾക്ക് കേന്ദ്രം നിഷേധിക്കപ്പെട്ട സംഖ്യ അടക്കം പൂർണ്ണമായും ഈ കേരളത്തിൽ കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൾ 14 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഒരു ചർച്ച ഇവിടെ കൊണ്ടുവരുന്ന ഗുണകരമല്ല.
മറ്റൊന്ന് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട നമുക്ക് റൂൾ 50 അവതരിപ്പിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ അപ്പുറത്തുനിന്നുണ്ടായതിനെ കുറിച്ചുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കും. സാർ, നമ്മുടെ ചേച്ചിമാർ, അതായത് ആശാമാരെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. അംഗൻവാടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്കർമാർ, ഹെൽപ്പർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വളരെ വൈകാരികമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള റൂൾ 50 ബഹുമാനപ്പെട്ട ഇവിടെ ചർച്ച ചെയ്ത് പ്രതിപക്ഷം ചർച്ച ചെയ്ത്. നോക്കൂ, കേരളത്തിൽ അവർക്ക് വരുമാനം അവരുടെ മാസവരുമാനത്തിൽ വർധനവ് മാത്രമാണ്. ഈ ഘട്ടത്തിൽ ഈ ഒരു വർത്തമാനം പറയുന്നതിന്റെ ലക്ഷ്യം എന്താ സാർ? രാഷ്ട്രീയമാണ്. നമ്മൾ നോക്കൂ, എല്ലാ MLA അവിടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സ്മാർട്ട് അംഗൻവാടികൾക്ക് കൊടുത്ത പണം എത്രയാ? ഞാൻ കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യ മാത്രമല്ല, പിന്നെ പഞ്ചായത്തുകളാണ് ഇതിന്റെ എല്ലാം പൂർണ്ണ അധികാരം. അവർക്ക് കൊടുക്കേണ്ട ഓണറേറിയം പഞ്ചായത്താണ് കൊടുക്കുന്നത്. ഇപ്പൊ മെമ്പർ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാം ഇവിടെ അംഗൻവാടി വർക്കർമാർ നേരിട്ട് കൊടുക്കുക. എവിടെയാ സാർ? എവിടെയാ അങ്ങനെ ഉള്ളത്? അത് കണ്ടെത്തൂ. ഞങ്ങളുടെ മണ്ഡലങ്ങളൊന്നുമില്ല, നിങ്ങൾ അത് കൃത്യമായി പരിശോധിക്കണം. UDFന്റെ MLA കൃത്യമായി പരിശോധിക്കണം. ഒരിടത്തും കൊടുക്കുന്നില്ല. പഞ്ചായത്തിന്റെ ചുമതലയാണ്, പഞ്ചായത്താണ് അത്തരം ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത്. വാടക കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, മുട്ടയുടെ അഡ്വാൻസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, ഒരിടത്തുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ സംസാരിച്ച ശേഷമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവർ സംതൃപ്തരാണ്. എന്നാൽ അവരെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അനുഭാവപൂർവ്വമായി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത്. ഞങ്ങളത് എതിരല്ല, സമരത്തിനും എതിരല്ല. പക്ഷെ ഇവിടെ വന്ന് പറയുന്നത് എന്തെല്ലാം വ്യത്യസ്തമാർന്ന പദ്ധതികൾ അംഗൻവാടികളുടെ കുട്ടികളുടെ വികസനത്തിന് നടപ്പിലാക്കുമ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരെ മോശപ്പെടുത്താൻ വേണ്ടി സമീപനം സ്വീകരിക്കുകയാണ്. ഇതാണ് സ്വീകരിക്കുന്നത്. 4-5 വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയൂ സാർ? ഇത് യഥാർത്ഥത്തിൽ ഈ പാർശ്വവൽകൃതമായ സമൂഹത്തിനിടയിൽ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരെ വലിച്ചിഴക്കാൻ, തെരുവീതികളിലേക്ക് വലിച്ചിഴച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ ലാക്കാണ് ഇപ്പോ കോൺഗ്രസും പ്രതിപക്ഷവും നടപ്പിലാക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മേഖലകൾ സാർ, 1-2 വിഷയം എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലജീവൻ മിഷന്റെ വിവിധ മെമ്പർമാർ ഇവിടെ സംസാരിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ നടക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ കരിമ്പ പഞ്ചായത്തിൽ ടാങ്ക് നിർമ്മാണത്തിന് റീടെൻഡർ വിളിച്ച് എഗ്രിമെന്റ് വെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അത് പരിശോധിക്കണം. നാഷണൽ ഹൈവേ 966 ഭാഗത്തൂടെ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി ഇപ്പോൾ NHന്റെ NOC ലഭിച്ചിട്ടില്ല, പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എഗ്രിമെന്റ് വെക്കാൻ കഴിയാത്ത പല പദ്ധതികളും. അതോടൊപ്പം തന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാഞ്ഞിരപ്പുഴ KPIP. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇറിഗേഷൻ ടൂറിസം പോളിസിയുടെ ഭാഗമായി 161 കോടി രൂപയുടെ PPP പദ്ധതി വരാൻ പോകുകയാണ് സാർ. അതോടൊപ്പം തന്നെ ആ ഡാം ഇപ്പോഴും ജലസേന പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പല കൈവരികളും ഇടിഞ്ഞു പോകുകയാണ്. അടിയന്തരമായി കുറച്ച് ഫണ്ട് ഈ തവണ നമ്മൾ അനുവദിച്ചുകൊണ്ട് ആ കാഞ്ഞിരപ്പുഴ പദ്ധതിയെ സമ്പുഷ്ടമാക്കണമെന്ന് കൂടി നിങ്ങളോട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ശിരുവാണി സാർ, തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയും അവിടുത്തെ മറ്റ് നടപടികൾ മെയിൻ്റനൻസിന് വേണ്ടി തമിഴ്നാടിന് പണം നമുക്ക് തരുകയും ചെയ്യാണ്. ആ പ്രദേശത്തുള്ള സിംഗപ്പാറ സാർ, ഒറ്റ മിനിറ്റ്, സിംഗപ്പാറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ അവർക്കും അനുബന്ധമായി മറ്റ് വികസനങ്ങളെല്ലാം നടത്താൻ തമിഴ്നാട്ടിൽ പണം വാങ്ങണം. പലപ്പോഴും അതിന് പ്രയാസമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ആ സഹോദരങ്ങൾ അവിടെ സമരം നടത്തി. അവരുടെ കോളനികളിലേക്ക് അവരുടെ നഗരങ്ങളിലേക്ക് പോകുന്ന റോഡുകൾ വൃത്തിയാക്കിയിട്ടില്ല, മറ്റു കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പണം കൊടുക്കുന്നില്ല. അടിയന്തരമായി തമിഴ്നാടിനോട് പണം വാങ്ങി അത് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ഒരിക്കൽ കൂടി ഞാൻ പിന്തുണയ്ക്കുന്നു.